അവരന്വേഷിച്ചോട്ടെ, എന്ത് തെളിവുണ്ടായിട്ടാ? നീ ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. പേടിയല്ലടാ, പോലീസ് പിടിക്കുകയോ കൊല്ലുകയോ എന്ത് വേണം ചെയ്തോട്ടെ. ഇത്ര നാളും കള്ളക്കളി കളിക്കായിരുന്നു ആ പെൺകുട്ടി അറിഞ്ഞ ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. നീ ഈ വെപ്രാളം കാണിച്ച് അറിയിക്കാതിരുന്നാ മതി. എന്തറിയിക്കണ കാര്യം പറയണേ? അല്ല, ഈ ബോട്ടിലും ജെട്ടിയിലും കടത്തിണ്ടയിലും ഒക്കെ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പം വീട്ടിന്റെ തിണ്ണെ കിടന്നപ്പോ ഉറക്കം വരുന്നില്ലാന്ന്. ഈ പറയുന്ന ആൾ അത്ര കളിയൊക്കൊന്നും വേണ്ട കേട്ടോ. കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഹോട്ടൽ മുറി കിടന്നിട്ട് ശ്വാസം മുട്ടുന്നെന്നും പറഞ്ഞ് എന്നെ അകത്തിട്ട് പൂട്ടിയിട്ട് പീഡിയത്തിനെ പോയി കിടന്ന ആളാ. അതിന്റെ സുഖം നിനക്കറിയില്ല അല്ലടാ. എടുത്ത് ഉറങ്ങിക്കോ, നാളെ പണിയുള്ളതാ. ഞാൻ ചോദിച്ചിട്ട് വരാം. വേണ്ട, എനിക്കറിയാൻ ചോദിക്കാം. മൂപ്പിലെ എന്റെ കെട്ടിയവനെ കണ്ടോ? കെട്ടിയാനോ? ആ. ഇത് ഏതാണ്? നമ്മളെ നത്തിന്റെ പെണ്ണാ. ഓ, അത് നത്തിന്റെ പെണ്ണ് നിന്റെ കെട്ടിയോള്. ഞാൻ നാരായണേട്ടന്റെ ഭാര്യയാ. മൂപ്പിലെ പറ, എന്റെ നാരായണേട്ടനെ കണ്ടോ? ഞാൻ കണ്ടിട്ട് 1-2 ആഴ്ച. ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാറില്ല. ബോട്ട് കടവിൽ നോക്കി, ചായക്കടയിൽ നോക്കി, ഷാപ്പായ ഷാപ്പൊക്കെ തിരക്കി. ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കും? ഇവിടെ എങ്ങും കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ എവിടെയായാലും നമുക്ക് പോയി അന്വേഷിക്കാം. വാടോ. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് കയറി ചെല്ലാൻ പറ്റും? ഒന്നും ഉണ്ടായിട്ടല്ല. ആ ശാന്തം ഒരു പ്രത്യേക സ്വഭാവക്കാരത്തിയാ. ശാന്തമ്മയോ? ഏത് ശാന്തമ്മ? എന്റെ ദൈവേ, വെറുതെയാണോ എന്റെ കെട്ടിയോൻ എന്നെ തിരിഞ്ഞു നോക്കാത്തെ? എന്റെ കെട്ടിയോനെ മയക്കെടുത്തോളം ഞാൻ കൊല്ലും. കൊല്ലലൊക്കെ റോട്ടില് ഇവിടെ പറ്റില്ല. വാടോ, പോയി അന്വേഷിക്കാം. വണ്ടിയെട്. അതേ നത്ത് തന്റെ അച്ഛൻ. നാരായണേട്ടാ, നാരായണേട്ടാ, അവിടെ നിൽക്ക് നാരായണേട്ടാ. എന്താ നാരായണേട്ടാ ഇങ്ങനെ? അവിടെ നിൽക്ക് നാരായണേട്ടാ. നാരായണേട്ടാ, നാരായണേട്ടാ, ഓമനയാ വിളിക്കുന്നേ. അവിടെ കൈവരില്ല നാരായണേട്ടാ. അയ്യോ, എനിക്ക് അയ്യോ. വണ്ടി ഇടോ, വണ്ടി ഇടോ. നമ്മളെ കൊല്ലണം. വണ്ടി എടുക്കണോ? ചോടി ഇടോ അങ്ങോട്ട്. ഉറക്കം തൂങ്ങി അങ്ങോട്ട് എടുക്കണോ? ഓ, അയ്യോ, ഇയാടെ ഒരു മോണൊക്കെ വണ്ടി. വേഗം അങ്ങോട്ട്. നീ ഇങ്ങനെ ഓടാനും വിളിക്കാനും നിന്നാ ശരിയാവില്ല. അല്ല, ഞാൻ എന്ത് ചെയ്യാനാ? കൊടുക്കാനാണെ കാശുമില്ല കയ്യിൽ. എടാ, നീ ഒന്ന് കാര്യം പറ, മനസ്സിലാക്ക്. നീ കണ്ടിട്ടുണ്ടോ ഈ സാധനത്തിനെ? അട്ട പിടിക്കുന്ന പോലെ പിടിക്കും. ദേ ഇരിക്കണം പണ്ടാരം. നീ എങ്ങോട്ടാ ഓടുന്നേ? വാ. എന്ത് പണിയാ നാരായണേട്ടായി കാണിച്ചത്? എവിടൊക്കെ എന്നെ നടത്തിച്ചു. വെളുപ്പിനെ 7 മണിക്ക് വന്നതാ. എന്നോട് ഇത്ര സ്നേഹമില്ലാണ്ടായല്ലോ. എന്നെ കണ്ടിട്ടും കാണാത്ത മട്ടി പോയില്ലേ? എന്തു തെറ്റാ ഞാൻ ചെയ്തത്? അവസാനം രാമചേട്ടന്റെ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു. സാധിക്കാനെങ്കിൽ എന്നെ വലിയ ഇഷ്ടായി. എന്നെ ഇരുത്തി കൂട്ടുക. പാന്റാ നല്ലത്, പാന്റാ നല്ലത്. നിറം ഇത്തിരി കുറഞ്ഞല്ല. വെയിലും ഉണ്ടിട്ടാ. അകത്തേക്ക് പൊക്കോ രാമചേട്ടാ. ഞങ്ങള് ഭാര്യയും ഭർത്താവ് ഇത്തിരി സംസാരിക്കട്ടെ. നിങ്ങൾ എന്ത് പോകത്തിലാ കാണിക്കുന്നേ? അവരെ കയ്യോട്. അത് കൊള്ളാം. എന്റെ കെട്ടിയോന്റെ കയ്യെ പിടിക്കുന്നതിന് നിങ്ങളുടെ അനുവാദം വേണോ? കെട്ടിയാനോ? കണ്ടോരെ പിടിച്ച് വയറ്റിലുണ്ടാക്കിട്ട് അവന്റെ തോളെ വെച്ച് കെട്ടിയാലുണ്ടല്ലേ ഇടിച്ചിന്റെ പണ്ട ഞാൻ കിടക്കും. വേണ്ട ഏട്ടാ, അവരോട് പറഞ്ഞു മനസ്സിലാക്കി. എവിടെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് വയറ്റിലില്ല രാമചേട്ടാ. ഞാനത് നുണ പറഞ്ഞതാ. എടി, നീ പിന്നെ അവന്റെ കരുതേ തോന്നുന്നതിനാ? അതെനിക്ക് ഈ ചേട്ടനെ കണ്ടപ്പോ വലിയ ഇഷ്ടായി. എങ്കിലേ ചേട്ടന് നിന്നെ തീരെ ഇഷ്ടമല്ല. അതെനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ ഓമൻ എന്നെ ഇങ്ങനെ ഇട്ട് നാറ്റിക്കുന്നത്? ചെയ്യാൻ പാടില്ലാത്ത ഞാൻ ചെയ്തത്. ഇതുപോലെ പലതും ചെയ്തിട്ടുണ്ട്. കാശിന് വേണ്ടിയാ. ഇപ്പൊ അതൊക്കെ ഞാൻ നിർത്തി. എന്നെ ഒന്ന് ഒഴിവാക്കി തരാൻ എത്ര കാശാ ഞാൻ തരേണ്ടത്? ഒന്നും തരണ്ട, ഞാൻ ഒഴിഞ്ഞോളാം. കാശിന് വേണ്ടി തന്നെയാ ഞാനും ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല. നാളെ ഞാൻ ബോംബെക്ക് പോവാ. വലിയൊരു വീട്ടിൽ അടുക്കളപ്പണിക്ക്. ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ. പറയാൻ എനിക്ക് വേറെ ആരുമില്ല. മൂപ്പരോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഞാൻ നല്ലവളൊന്നുമല്ല. നിന്ന വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട്. എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിന്റെ കൂടെ കെട്ടിയുള്ളായിട്ട് ജീവിക്കണമെന്ന്. സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല. 12 വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകല്. അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു. അതുപോട്ടെ, മരിച്ചവരെ എന്തിനാ കുറ്റം പറയണേ? ഏതായാലും ഇനി എന്നെ പേടിക്കണ്ട. ഞാൻ തിരിച്ചു വരില്ല. കാശിന് വേണ്ടി ചെയ്തതാണെങ്കിലും മരിക്കണവരെ ഈ താലി ഞാൻ ഇട്ടോട്ടെ. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ അടിച്ചു.
സന്തോഷായി. വിശപ്പ് കിടണ്ട, പോയി ഊണ് കഴിച്ചോളൂ. ഞാനും ഒഴിഞ്ഞു പോയിന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കും. എങ്ങോട്ടാ? മോന് കുത്തിവെപ്പിച്ചിട്ട് വരിക പോളിയോക്ക്. ഇവിടെ അടുത്താണോ വീട്? ഞാനിവിടെ പതിവായിട്ട് മീൻ കൊടുക്കുന്ന വീട്ടിൽ വന്നു. ഞാനിപ്പോ കൂട്ടുകാരനോട് താമസം. അപ്പൊ സ്വന്തം വീടോ? വീട് സ്വന്തം വീടൊന്നുമില്ല. ബന്ധുക്കളൊക്കെ? അങ്ങനെ ഒരു പൊല്ലാപ്പില്ല. അച്ഛൻ മരിച്ചുപോയിന്ന് ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ട്. അമ്മയോ? അമ്മയും ഉണ്ടോന്നറിയില്ല. നാട് വിട്ട് കാലം കുറയല്ലേ. 8-9 വയസ്സുള്ളപ്പോ കള്ളവണ്ടി കയറിയതാ അമ്മയുടെ കല്യാണത്തിന്റെ അന്ന്. അമ്മയുടെ കല്യാണോ? രണ്ടാം കെട്ട്. ഇപ്പൊ ചിരിച്ച പോലെ ചങ്ങാതിമാര് ചിരിച്ചപ്പോ വിട്ടു. പിന്നെ തിരിച്ചു പോകാനൊരു മടി. അന്ന് ഈ ചായക്കടലൊക്കെ ചെല്ലുമ്പോ എന്നും പത്രം നോക്കും. കണ്ടവരുണ്ടോ, മകനെ മടങ്ങി വരൂ, അങ്ങനെ വല്ലതും ഉണ്ടോന്ന്. എവിടെ? കത്തയച്ചു നോക്കി, അതിനുമില്ല മറുപടി. പിന്നെ ഇവിടെ അങ്ങ് കൂടി. അല്ല ചാവാൻ പറ്റുമോ? മീനിടാൻ പൊതിഞ്ഞു തരട്ടെ, വറക്കാം? വേണ്ട. എന്നാ ചെയ്യുന്നതിനും പോട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കി. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീകുമാർ. ഉവ്വ് ഓർമ്മയുണ്ട്. ഞാൻ വന്നത് നമ്മുടെ ഒരു സ്കൂട്ടർ ആക്സിഡന്റിൽ മരിച്ചില്ലേ? ഉവ്വ് ബെന്നി. ഭയങ്കര കഷ്ടായി പോയി. ഭാര്യയും കുഞ്ഞും കഷ്ടം. പക്ഷെ ആ സ്ത്രീ ഇപ്പൊ ഒരു പെറ്റീഷൻ തന്നിരിക്കുന്നു. അവർക്ക് ആ മരണം ഒരു കൊലപാതകമാണോ എന്ന് സംശയമുണ്ട്. ഏയ് അതൊരിക്കലും അല്ല. താങ്കൾക്ക് അത് ഉറപ്പാണോ? ഉറപ്പെന്ന് പറഞ്ഞ പത്രത്തിലുണ്ടായിരുന്നു. പിന്നെ പോലീസ് റിപ്പോർട്ട് അതാണല്ലോ. അതെ, എസ്ഐയുടെ അഭിപ്രായം അതാണെന്ന് വെച്ച് സത്യം അതായിരിക്കണമെന്നില്ലല്ലോ. ഒരു 6 മാസം മുമ്പ് ഇതുപോലെ ട്രെയിനിന്റെ അടിപ്പെട്ട നിലയിൽ ഒരു ബോഡി കിട്ടി. സൂയിസൈഡ്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഇറ്റ് വാസ് എ മർഡർ. കരീം ഭായ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ട്, അറിയോ? ഏയ് ഗുണ്ടകളായിട്ട് എനിക്ക് യാതൊരു ഇടപാടുമില്ല. എ വെരി നൊട്ടോറിയസ് ക്രിമിനൽ. അവൻ കൊന്നതാ. അതൊരു മർഡർ കേസായി പ്രൊസീഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് കരീമിനെ പേടി. ക്ലോസ് ചെയ്ത ഒരു കേസ് കുത്തിപ്പൊക്കണ്ടെന്ന് മേളിൽ നിന്നുള്ള ഓർഡർ. ഞാൻ വിട്ടു. പക്ഷെ അവനെ ഞാൻ പിടിക്കും. അല്ല, ഇതൊക്കെ എന്നോട് പറയുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല, സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം. ഈ ബെന്നി ആളെങ്ങനെയാ? സുമുഖൻ, സുന്ദരൻ. ഞാൻ അയാളുടെ സ്വഭാവമാണ് ചോദിച്ചത്. ഇത്തിരി കടുംപിടുത്തക്കാരനാണ്. എന്ന് വെച്ചാൽ കൈക്കൂലിക്ക് മറിയില്ലെന്നർത്ഥം. അയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയോ? ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാ ശത്രുക്കളില്ല. മരിച്ചതിന്റെ തലേന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഓഫീസിലേക്ക് ചെല്ലുമ്പോ അദ്ദേഹം അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നു. എന്റെ വണ്ടി കണ്ട ഉടനെ സ്കൂട്ടർ നിർത്തി തമാശയൊക്കെ പറഞ്ഞ് പിരിഞ്ഞതാ. എന്ത് തമാശ? തമാശ എന്ന് പറഞ്ഞാ ഞാൻ എപ്പ കണ്ടാലും എന്റെ ബില്ല് ഒപ്പിടിക്കുന്ന കാര്യം മാത്രം മറക്കും. അപ്പൊ എന്റെ മറവിയെ കുറിച്ചിട്ടുള്ള തമാശ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ബില്ലോ പിടിച്ചോ? ഒപ്പിടാ അദ്ദേഹം ഉണ്ടായില്ലോ. പിന്നെ ജോൺ സാറും സൂപ്രണ്ടിങ് എഞ്ചിനീയറൊക്കെ വിചാരിച്ചോണ്ട് അത് പാസ്സായി കിട്ടി. ഈ ബെന്നി ഭയങ്കര കൈക്കൂലിക്കാരനായിരുന്നു അല്ലേ? ഏയ് നയാ പൈസ വാങ്ങില്ല. അത് നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? ഏയ് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ വൃത്തിയായിട്ട് പണി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ സാറേ കൈക്കൂലി കൊടുക്കുന്നത്? അയ്യപ്പൻ നായർ എന്ന് തന്നെയല്ലേ പേര്? അതെ. അപ്പൊ നിങ്ങള് തലേന്ന് ഉച്ചയ്ക്ക് ബെന്നിയെ കണ്ടപ്പോ കൂടെ കരീമുണ്ടായിരുന്നല്ലേ പറഞ്ഞേ? കരീമൊന്നും ഉണ്ടായിരുന്നില്ലോ. എനിക്ക് അവരായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ പറയുന്ന ഏത് കരീമാ? കരീം ഭായി. ഓ, നമ്മുടെ കരീം ഭായി. ആ. ഞാൻ പറഞ്ഞ വേറൊരു കരീമാ. അപ്പൊ കരീം ഭായി അറിയാം അല്ലേ? അല്ല, എനിക്കറിയില്ല, കേട്ടിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ പിന്നെ കാണാം. നമ്മളെന്തിനാ സാറേ പിന്നെ കാണുന്നത്? നമുക്കിത് ആയിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. അതെനിക്ക് അറിഞ്ഞൂടെ. മരിച്ച ആളുടെ വൈഫ് ഒരു പെറ്റീഷൻ തന്നു. എന്നിട്ട് നമ്മളൊന്നും അന്വേഷിച്ചില്ലാന്ന് കംപ്ലൈന്റ് വേണ്ട. പോട്ടെ. ചതിച്ചൂട്ടോ, ചതിച്ചു. ആര്? ആ എഞ്ചിനീയറുടെ ഭാര്യ കേസ് കുത്തിപ്പൊക്കി. പൊക്കട്ടെ. പൊക്കട്ടേന്നോ? സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷണം തുടങ്ങി. അയാൾ എന്നെ ചോദ്യം ചെയ്തു. എല്ലാം അറിഞ്ഞ പോലെ അയാളെ ചോദ്യങ്ങള്. ചോദിച്ചാ ചോദിച്ചിന് ഉത്തരം പറയണം. നിങ്ങൾ തുള്ളാതിരിക്കുന്നവരെ വാലും തുമ്പും തെളിവില്ലാത്തൊരു കേസിന് എന്താത്ര പേടിക്കാൻ? നിങ്ങൾക്ക് പിന്നെ ശീല, നമുക്ക് അങ്ങനെയല്ല. ആ നത്തിന്റെ വായന്ന് വല്ല വിടുവായത്തിനും പുറത്തു വരുമെന്ന എന്റെ പേടി. പറഞ്ഞാ നത്തു അകത്താ. നത്തിന് പിന്നെ കണ്ടില്ലേ? ഇല്ല, ഇപ്പൊ ആ എഞ്ചിനീയറുടെ ഭാര്യയുടെ സ്വന്തം ആളാന്നാ പറഞ്ഞേക്കണം. ഓഹോ. ആ. മനോഹര, നത്തിനോട് എന്നെ ഒന്ന് കാണാൻ പറ.
എടാ അപ്പേ നാത്തതിന്റെ അച്ഛൻ. തന്തയ്ക്ക് പറഞ്ഞോടാ. പിന്നെ തന്തയുടെ പേര് പറഞ്ഞാൽ എന്തോ പറയും? ഞാൻ ആരാന്നറിയോ? ദൈവമൊന്നുമല്ലല്ലോ. കരീംബായുടെ ആളാ. ആനയെ പേടിക്കാം, ആന പിണ്ടത്തെ പേടിക്കാൻ പറ്റില്ല. നിന്നെ ഞാൻ എടുത്തോളാം. എടുക്കണ്ട, ഞാൻ നടന്നോളാം. കരീംബായി അന്വേഷിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് വാ, അപ്പൊ ഞാൻ കണ്ടോളാം. രാമു, നീ എന്തോടെയായി കാണിച്ചത്? പിന്നെ എല്ലാത്തിനും മര്യാദ ഉണ്ടടാ. നിന്നെ ഞാൻ എടുത്തോളാം. എടുത്തിട്ട് പോടാ. എന്താ ഈ വഴിക്ക്? ഒന്ന് കാണാൻ തന്നെയാ. എന്റെ കൂട്ടുകാരനാ രാമു. ഞാൻ വന്നത് ഒരു സഹായം ചോദിക്കാനാ. എന്താ? ബെന്നിയുടെ സ്കൂട്ടർ വർക്ക്ഷോപ്പിലാണ്. അതൊരു ജീപ്പിലോ മറ്റോ കയറ്റി എത്തിക്കണം. എവിടേക്കാ? സർക്കിൾ ഇൻസ്പെക്ടർ കണ്ടാ മതി, അദ്ദേഹം പറയും. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അച്ഛനിനി എപ്പോഴാണ് ബാങ്കിൽ പോകുന്നത്? ബാങ്കിൽ പോകാനൊക്കെ സമയമല്ലേ? അതിനു മുമ്പ് തന്നെ എത്ര പണി കിടക്കണു. മുതലാളി, ഇന്നത്തോടെ എല്ലാം തെളിയും. സ്കൂട്ടർ മറിക്കാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കയറി പോലീസിന് കിട്ടി. അത് എവിടെ നിന്ന് വാങ്ങി, ആര് വാങ്ങി അന്വേഷിക്കാൻ ഒരു പോരിക്കുക. ആ കടക്കാരൻ എന്നെ ശരിക്കറിയാം. എന്റെ ഈശ്വര, ഇതോടെ എന്റെ ജീവിതം തകരുമല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യാ? നീ പോയിട്ട് തൂങ്ങിച്ചാവ്. എനിക്ക് നീ ആയിട്ടൊരു ബന്ധുവില്ല, നിന്നെ അറിയൂല. മുതലാളി, മുതലാളി, അറിയില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നത്തിനെ പോലീസ് പിടിച്ച നമ്മൾ 3 പേരകത്താ. ആ സർക്കിളിനാണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് കുറ്റമേറ്റു പറഞ്ഞ നത്തി അല്പം മാപ്പസാക്ഷിയാവും. നമുക്ക് രക്ഷപ്പെടാൻ എന്താ വഴിയെന്ന് പറയും. ഒരു വഴിയുണ്ട്. ഇത്തിരി വിഷം മേടിച്ച് നിന്ന് മരിക്കാം. അതൊരു വഴിയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കല്ല എന്റെ ഭായി. മറ്റൊരു വഴിയുണ്ട്. പോലീസിന് പിടികൊടുക്കാൻ നത്തി ലോകത്തുണ്ടാവരുത്. എന്റെ അമ്മേ, ഒരു കേസിന്റെ ശിക്ഷ അനുഭവിക്കാൻ തന്നെ ആയുസ് കഴിയില്ല. ഇനി രണ്ടാമതൊന്നു കൂടിയോ? വേണ്ട. കരിമ്പായുടെ വഴിയില് തടസ്സങ്ങൾ ഉണ്ടാവരുത്. സംജാ? നീ ആ നാരായണന്റെ കൂട്ടുകാരനാണോടാ? ഏതാരാ? നത്ത് നാരായണൻ. നത്തിനെ കണ്ടാലൊരുന്നല്ല, കൂട്ടുകാരനല്ലേ സാർ? നോണ പറഞ്ഞ അടിച്ചതിന്റെ പല്ല് ഞാൻ താഴെ റാസ്കൽ. എവിടെ അവനെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത്? ഇല്ല സാർ, ഞാൻ എവിടെ ഒളിപ്പിച്ചിട്ടില്ല. പിന്നെ ആരാടാ ഒളിപ്പിച്ച്? എനിക്കറിയില്ല സാർ, ഞാൻ കണ്ടിട്ട് ഒരാഴ്ചയായി. സത്യമാണോടാ? സത്യമാണ് സാർ, എന്റെ ഉമ്മയാണ്, സാറിന്റെ അമ്മയാണ് സത്യം. അവനെ എവിടെ കണ്ടാലും എന്നെ അറിയിച്ചേക്കണം. തീർച്ചയായും സാർ. അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പിടിച്ച് ലോക്കപ്പിലിടും. മനസ്സിലാടാ? ഓ, പോവാം. ആശാനെ, നമ്മളൊക്കെ അകത്താവുന്നാ തോന്നുന്നത്. ഇന്നാളാ സ്കൂട്ടർ ഇടിച്ച് ചത്ത എഞ്ചിനീയറല്ലേ കൊന്നതാ. ആ, ആര്? നമ്മളെ നത്ത്. ഏയ് പോടാ, അവൻ ആരെ കൊല്ലൊന്നുമില്ല. ആ, എന്ന് തന്നെയാണ് ഞാനും കണക്കാക്കി. ഇതിന് തെളിവുണ്ട്. നത്ത് മുങ്ങിയില്ലേ, പോലീസ് അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുക. ഇതപ്പൊ CI പിടിച്ച് കുറഞ്ഞു വിട്ടിട്ടുള്ളൂ. എന്നെ ഇതാര് ഇവനെ കൊണ്ട് ഇത് ചെയ്യിച്ചു? ആര് കണ്ട്? എവിടാ നത്ത്? നത്ത് എവിടാണ്? ഞാൻ എങ്ങനെ പറയാനാണ്? നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. പറയണം. ഉമ്മാണ്, വാപ്പാണ്, ഭായിയാണ്, ഞാൻ ഒന്നും അറിയില്ല. പോലീസിന്റെ പെടലേക്ക് പിടിക്കണേ, ഞാൻ എങ്ങനെ അറിയാനാണ്? അയ്യോ, അവൻ സത്യ പറയണേ, ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചാലോ? ഈ നേരത്തെ എവിടെ പോയി നോക്കാനാ?
വല്ലയിടത്തും കള്ളു കുടിച്ച് ഇറങ്ങുന്നുണ്ടാവും. എവിടാ നത്ത്? ഇവിടെ ഇല്ല. പിന്നെ എവിടെയുണ്ട്? എവിടെയാടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയണം. രാമു, കരീം ഭായി ഇവിടെ വന്നിരുന്നു. വേണ്ട വേണ്ട, നിന്റെ ചോര വീഴുന്ന കണ്ടിട്ട് ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? നത്തിനെ ഒന്നും പോകാനില്ല. ആ പെൺകുട്ടി ഒന്ന് കാണണം, ഒരു വാക്ക് പറയണം, ഒരൊറ്റ വാക്ക്.
എന്തത്? എന്തു പറ്റി? മാപ്പ് എന്താ കാര്യം പറയൂ. മാപ്പ്